ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളീസാണ്, 2004 മോഡൽ. അതിലിപ്പോൾ കംപ്ലൈൻറ്റ് ജനറൽ സർവീസിന് വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻജിൻ വർക്ക് ചെയ്തതിൻ്റെ, ഫുൾ എൻജിൻ വർക്ക് കഴിഞ്ഞതിൻ്റെ. അപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞ് 2000 കിലോമീറ്റർ സർവീസിനാണ് വന്നിരിക്കുന്നത്. വണ്ടി പത്തനംതിട്ട ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പത്തനംതിട്ടയാണ് കസ്റ്റമർ. അപ്പോൾ അവിടെ നിന്ന് സെക്കൻഡ് സർവീസിനായിട്ട് 2000 കിലോമീറ്റർ സർവീസിനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ എപ്പോഴും എൻജിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 2000 കിലോമീറ്ററിൽ തന്നെ സർവീസ് ചെയ്യണം. അതും നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ അടുത്ത് നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും നമുക്ക് പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻജിൻ ഫുള്ള് ഇറക്കി ചെയ്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ 2000 കിലോമീറ്റർ ഓടിയാലേ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ ഫ്രീ റണ്ണിങ്ങിൽ വിട്ടാലും നമുക്ക് അതിൻ്റെ ലീക്കോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പക്ക ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ഇനി വേറെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, ഇനി എൻജിൻ്റെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാനും പറ്റും. അപ്പോൾ കസ്റ്റമർ വന്നിട്ടുണ്ട്, നമ്മൾ ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ കാര്യങ്ങളും പക്കയാണ്. എൻജിനും പക്ക സ്മൂത്താണ്, സൗണ്ട് തീരെ അറിയുന്നില്ല. ആ ഒരു പെട്രോൾ വണ്ടിയുടെ ഒരു ഫീല് നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഡീസലാണ് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് അത്രത്തോളം സൈലൻ്റ് ആണ്. അതുപോലെ നമുക്ക് കോളേജിൽ ഉണ്ടാകുന്ന ആ ഒരു ടൂൺ ഉണ്ടല്ലോ, ആ ടൂൺ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. കണക്കണമെന്നുള്ളൊരു ടൂൺ വരും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതേ ഫീല് നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 2,83,000 കിലോമീറ്ററായി നമ്മൾ എൻജിൻ വർക്ക് ചെയ്തത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്മോക്ക് തള്ളുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റിക്കിൽ കൂടിയും ഡീകംപ്രഷൻ നല്ലോണം ഉണ്ടായിരുന്നു. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് കുറച്ചേ ആയുള്ളൂ. ഓയിൽ ചിലവുണ്ട്, അതുപോലെ ഇങ്ങനെയുള്ളൊരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ലെവലും കാര്യങ്ങളും ഈ 2000 കിലോമീറ്റർ ഓടിയിട്ടാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ ഓയിൽ ലെവൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു നേരിയ തോതിൽ മാത്രമേ കുറവുള്ളൂ. അത് സ്വാഭാവികമാണ്, അത് ഉണ്ടാവും. ബാക്കി എഞ്ചിൻ ഓയിൽ കുറവോ അതുപോലെ സ്റ്റിക്കിൽ കൂടെ വൈറ്റ് സ്മോക്ക് തള്ളി അങ്ങനെയുള്ള ഒരു കംപ്ലയിൻറ്റും ഇല്ല. വണ്ടിയും പക്ക നീറ്റായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പണി മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ചെയ്തത്, കംപ്ലീറ്റ് വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെക്കാനിക്കൽ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സസ്പെൻഷൻ വർക്ക്, ക്ലച്ച്, അതുപോലെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ ചെയ്ത്. ഏകദേശം എൻജിൻ വർക്ക് അടക്കം നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ചില്ലാൻ രൂപ എങ്ങാണ്ടോ എമൗണ്ട് വന്നിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് മെക്കാനിക്കൽ വർക്ക്, സസ്പെൻഷൻ വർക്ക്, എൻജിൻ വർക്ക്, ക്ലച്ചിൻ്റെ കാര്യം എല്ലാം കൂടെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി റണ്ണിങ്ങിൽ തന്നെയാണ്, സ്മോക്കിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയായിട്ട് തന്നെ നിൽക്കുന്നു. ഒരു നേരിയ തോലും സ്മോക്കില്ല. പിന്നെ ഹൈ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചെറിയൊരു ബ്ലാക്ക് സ്മോക്ക് അത് വരും, സ്വാഭാവികമായിട്ടും പോളിസെല്ലുള്ളതാണ്. നമ്മൾ ഹൈ ആയിട്ട് പെട്ടെന്ന് പോന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലാക്ക് സ്മോക്ക് തള്ളും. അതിൽ വൈറ്റ് സ്മോക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രശ്നം വരിക. പിന്നെ അതുമാത്രമല്ല, നമുക്ക് എൻജിനിൽ ടൂണിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പമ്പ് ടൂണിങ്ങിലാണെങ്കിലും ശരി, അതുപോലെ തന്നെ പമ്പ് അഡ്വാൻസ് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എൻജിൻ്റെ സൗണ്ട് കേട്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും നേരിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എൻജിൻ്റെ നോക്കിംഗ് സൗണ്ട് കൂടും, കടകടകടന്ന് പറഞ്ഞിട്ടിരിക്കും. അങ്ങനെ ഒന്നും തന്നെ ഇല്ല, പക്കയാണ്. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനില്ല. ഇനി ധൈര്യമായിട്ട് എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കുക. ചെറിയ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഇതാണ് എൻജിൻ സൗണ്ടും ബെൽറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഒറിജിനലായിട്ടിരിക്കുന്നത്. ഒരു നേരിയ തോതിൽ പോലും ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെയില്ല. പക്ക നീറ്റായിട്ട് തന്നെ നമ്മൾ ആ ജെന്യൂനിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കാണെന്നുണ്ടെങ്കിലും, മെക്കാനിക്കൽ വർക്കാണെങ്കിലും എൻജിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ അതിനനുസരിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ കയ്യോടെ എൻജിൻ പണിയുമ്പോൾ തന്നെ ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്നും നോക്കാനില്ല. ഇനി കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് എന്താ പറയുക, ഓയിൽ സർവീസും കാര്യങ്ങളും മാത്രം ചെയ്തു പോവുക. ബാക്കി എല്ലാവർക്കും ഓക്കെ തന്നെയാണ് വണ്ടിയുടെ. പിന്നീട് കസ്റ്റമർക്കുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പുള്ളിങ് കുറവ് എന്നാണ് പറയുന്നത്. പുള്ളിങ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വണ്ടികളെ പോലെ നമുക്കിത് ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. സാധാ ഒരു നോർമൽ എന്താ പറയുക, ഇന്നോവ അങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കുന്ന പോലെ ഒന്നും നമുക്ക് കോളീസ് ഓടിക്കാൻ പറ്റില്ല. കോളീസ് ആസ്വദിച്ച് ഓടിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു പുള്ളിങ് ഒന്നും എന്തായാലും 2.4 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുള്ളിങ് എന്തായാലും നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. മെല്ലെ അങ്ങ് കയറിപ്പോവുള്ളൂ. കസ്റ്റമർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടേൺ ചെയ്ത് AC ഇട്ടിട്ട് ഫുൾ ടേൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോഴൊക്കെ വണ്ടി ഓഫായി പോകുന്നത്. അതിനനുസരിച്ച് ആക്സിലേഷൻ കൊടുക്കുക തന്നെ വേണം. ഇല്ലാതെ നോർമലി നമ്മൾ എടുക്കുന്ന പോലെ എടുത്താൽ ചിലപ്പോൾ വണ്ടി ഓഫാകാൻ ചാൻസ് ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഓടിക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ യാതൊരുവിധ കംപ്ലയിൻറ്റ് അതിനകത്ത് കിട്ടുന്നില്ല. കസ്റ്റമർക്ക് മെയിൻ കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നത് അതാണ്, പുള്ളിങ്ങിന് കുറച്ച് കുറവുണ്ടെന്ന്. പക്ഷേ നോർമലാണ് ഈ ഒരു പുള്ളിങ്.
പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ പണി ചെയ്തപ്പോൾ ആൾ 60-ന് മേലെ പോയിട്ടില്ല. അപ്പോൾ കാല് കൊടുക്കാനൊക്കെ നോക്കിയിട്ട് കാല് കൊടുക്കുക. അങ്ങനെ ഓടിച്ചാൽ തന്നെ എഞ്ചിൻ സെറ്റ് ആവുള്ളൂ കേട്ടോ. അതിനനുസരിച്ച് കറക്റ്റ് ലെവലിലേക്ക് വരുള്ളൂ. എപ്പോഴും എഞ്ചിൻ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 60-70 കിലോമീറ്റർ സ്പീഡ് 2000 RPM മേലെ കയറ്റാതെ ഒന്ന് നീറ്റായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ കറക്റ്റായി സെറ്റാവും. പിന്നെ അതുപോലെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ അത് കറക്റ്റായിരിക്കും. അത് ഇല്ലാതെ നമ്മൾ എഞ്ചിൻ പണി ചെയ്തല്ലേ എന്ത് വരികയാണെങ്കിലും വരട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും, ഉറപ്പാണ്. അത് ചിലപ്പോൾ 2000 കിലോമീറ്ററിൽ കിട്ടില്ല, പിന്നീട് ലൈഫ് കുറയും വണ്ടിയുടെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പുള്ളിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. AC ഇട്ട പുള്ളിങ് കുറയണമെന്നാണ് കസ്റ്റമർ പറയുന്നത്. പക്ഷേങ്കിൽ നോ പ്രോബ്ലം, പുള്ളിങ്ങൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ ക്വാളിറ്റിന് എങ്ങനെയുള്ളത് ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹിൽസിലൊക്കെ കയറുമ്പോൾ സെക്കൻഡ് തേർഡൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് വണ്ടി കയറിപ്പോവും. പക്ഷേങ്കിൽ പുള്ളിങ് ഉണ്ടാവില്ല, എങ്ങനെ നീങ്ങി പോകുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടേണ്ട ഇടത്ത് സെക്കൻഡ് ഗിയർ തന്നെ ഇടണം. സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തേർഡ് ഗിയർ ഇട്ടിട്ട് വലിപ്പിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിക്കില്ല. വണ്ടി വെറുതെ നീങ്ങുന്ന പോലെ ചെറുതായിട്ട് നീങ്ങുള്ളൂ, വലിക്കുകയില്ല. നമ്മൾ ആക്സിലേഷൻ ഫുള്ളായി കൊടുത്താലും എഞ്ചിൻ റൈസ് ആവില്ല, വലിക്കില്ല. ക്ലച്ചൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ റൈസ് ആവും വലിക്കാതെ. അപ്പോൾ അത് നമ്മൾ സാധാരണപ്പെട്ട വണ്ടികൾ തേർഡിൽ പോകുന്ന സമയങ്ങളിൽ വലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് ഇട്ടിട്ട് വലിപ്പിക്കണം, എന്നാലേ കറക്റ്റായിട്ട് ലെവലിൽ കയറി പോവുള്ളൂ. അല്ലാതെ തേർഡിൽ തന്നെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറില്ല. അപ്പോൾ ആ ഓടിക്കുന്ന രീതിയുണ്ട്, ആ ഒരു രീതി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് കയറിപ്പോൾ. പുള്ളിങ്ങിനൊന്നും ഇതിപ്പോൾ AC-യിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പുള്ളിങ് തന്നെ ഉണ്ട്, യാതൊരുവിധ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിക്ക് തന്നെ പുള്ളി ചെയ്ത് പോകുന്നുണ്ട്, സ്മോക്കും കാര്യങ്ങളും ഇല്ല, നീറ്റായിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല, വണ്ടി സുഖമായിട്ട് ഇനി ആൾക്ക് റൺ ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കാം, കുഴപ്പമില്ല. സ്പീഡിലാണെങ്കിലും ഇനിയിപ്പോൾ RPM കയറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ എഞ്ചിൻ സെറ്റാണ്. ഇനിയിപ്പോൾ ഓയിൽ സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സർവീസ് വരുന്നത് നമ്മൾ സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഒരു 7000 അങ്ങനെ ഒരു കാൽക്കുലേഷനിൽ വരുമ്പോൾ ഓയിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. എപ്പോഴും 10,000 മുട്ടിക്കാതിരിക്കുക കോളിസിനൊന്നും. കറക്റ്റ് ഒരു 7000 ആ ഒരു കിലോമീറ്റർ ആകുമ്പോൾ തന്നെ സർവീസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിന് ലൈഫ് കൂടുതലാണ്. അപ്പോൾ ഓയിലും കൂളൻറ്റും ആണ് മെയിനായിട്ട് നമുക്ക് എപ്പോഴും നോക്കേണ്ടത്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അപ്പോൾ പക്കയാണ്, കറക്റ്റായിട്ട് കയറി പോകുന്നുണ്ട് വണ്ടി അല്ലേ. അപ്പോൾ ഇതുപോലെ അടുത്തൊരു സർവീസ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പക്കായിരിക്കും. ഒരു 2-3 സർവീസ് എന്തായാലും നമ്മുടെ കയ്യിൽ വരണം വണ്ടി, എന്നാലേ ആ വണ്ടി ആ ഒരു നീറ്റ്നെസ്സിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു സർവീസിന് വന്ന് കംപ്ലീറ്റ് വർക്കുകളും ചെയ്ത് A to Z വർക്കുകളും ചെയ്ത് കൊണ്ടുപോയി ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ടുകൾ വരാം, ചിലപ്പോൾ സൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാം. അത് സെക്കൻഡ് സർവീസിൽ വന്ന് ചെയ്ത് ഇനിയൊരു സർവീസും കൂടി ചെയ്യുമ്പോൾ വണ്ടി പെർഫെക്റ്റ്ലി ഓക്കെ ആവും, പിന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരുപാട് സാധനങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ആ ജെന്യൂനിറ്റിയുടെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇട്ട ശേഷം വീണ്ടും ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആ റീവർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗം പക്ക ക്ലിയർ ആകും. അപ്പോൾ അങ്ങനെ വേണം എപ്പോഴും മേജർ വർക്കിന് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും രൂപ കൊടുത്ത് ചെയ്ത് ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ എത്ര രൂപ ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ് ശരിയായില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആവല്ലോ എന്നൊരു തോന്നൽ വേണ്ട. അത് ഒരു 2 സർവീസ് നമ്മുടെ കയ്യിൽ തന്നെ വരണം, വന്നാലേ വണ്ടി പക്ക പെർഫെക്റ്റ് ആവുകയുള്ളൂ. അത് ഏത് വണ്ടിയാണെങ്കിലും ശരി. പിന്നെ കുറേ ആൾക്കാർക്ക് ഇത്രയും ലോങ് ഒന്ന് വരുന്നുണ്ട്, ചെറിയൊരു വർക്കിന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രയാസവും ഉണ്ട്. അതിപ്പോൾ നമുക്കും എന്താ ചെയ്യാന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ അവരുടെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവർ പിന്നെ വേറെ പല രീതിയിലാണ് സംസാരിക്കുന്നത്. അത് സ്വാഭാവികമാണ്, ഒരാളെ വിട്ട് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ വരുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ ചെറിയ വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ഓക്കെ ആവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓക്കെ തന്നെയാണ്, എഞ്ചിനാണെന്നുണ്ടെങ്കിൽ എല്ലാം സ്മൂത്താണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.